ഈ ഒത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദാ ഈ ഇടത് കൈയുടെ നടുവിരലിൻ്റെ തുമ്പ് തൊട്ട് അഗ്രം തൊട്ട് വലത് കൈയുടെ അഗ്രം ഇങ്ങനെ നീട്ടിപ്പിടിച്ചാൽ ഈ വിരലിൻ്റെ അഗ്രം തൊട്ട് ഈ വിരലിൻ്റെ അഗ്രം വരെ എത്ര നീളമുണ്ട് അതായിരിക്കും അയാളുടെ ഉയരം. ഈ അങ്കണവിധി പ്രധാനമാണെന്ന് പറയാൻ കാരണം ഇപ്പോൾ കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാട്ട് ദർശനമുള്ള വീടിന് ക്ലോക്ക് വൈസിൽ മുറ്റം കൂടി വരണം. ഒരു ഉദാഹരണം പറയാം. കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീട്, ഏറ്റവും ചെറിയ മുറ്റം തെക്ക് വശം വരണം. അതിൻ്റെ വലുത് പടിഞ്ഞാറ് വരണം, അതിൻ്റെ വലുത് വടക്ക് വരണം, ഏറ്റവും വലുത് കിഴക്ക് വരണം. ദർശന ഭാഗത്ത് വലിയ മുറ്റം വരണം. ഏറ്റവും ചെറുത് അതിൻ്റെ വലുത് പടിഞ്ഞാറ്, അതിൻ്റെ വലുത് വടക്ക്, ഏറ്റവും വലുത് ഇവിടെ. ക്ലോക്ക് വൈസിൽ, അതായത് പ്രദക്ഷിണ വഴിയായിട്ട് മുറ്റം കൂടി വരണം. ഇനി പടിഞ്ഞാട്ട് ദർശനമെങ്കിൽ ഏറ്റവും ചെറിയ മുറ്റം വടക്ക്, അതിൻ്റെ വലുത് കിഴക്ക്, അതിൻ്റെ വലുത് തെക്ക്, പടിഞ്ഞാറ്. ഇങ്ങനെ ക്ലോക്ക് വൈസിൽ വരും. അത് വസ്തുവിൻ്റെ വീതിയും നീളവും ഒക്കെ അനുസരിച്ചിട്ട്. അതാണ് അങ്കണത്തിൽ എന്നാൽ നേരെ മറിച്ചാണ് നോർത്ത് പോൾ സൗത്ത് പോൾ. അതിന് മാഗ്നറ്റിക് പവർ കുറച്ചുകൂടി കൂടുതൽ. ശരിയാണ്. അതുകൊണ്ട് വടക്കോട്ട് ദർശനമുള്ളൊരു വീടിന് നേരെ തിരിച്ചാണ്, ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മുറ്റം കൂടി വരിക. ഏറ്റവും ചെറിയ വടക്ക് ദർശനമുള്ളൊരു വീടിൻ്റെ ഏറ്റവും ചെറിയ മുറ്റം പടിഞ്ഞാറ് വരും, അതിൻ്റെ വലുത് തെക്ക് വരും, അതിൻ്റെ വലുത് കിഴക്ക്, ഏറ്റവും വലുത് വടക്ക് വരും. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. ക്ലോക്ക് വൈസിൽ ചെറുതായി വരും. ഇത് തന്നെയാണ് തെക്ക് ദർശനമുള്ള വീടിൻ്റെ ഏറ്റവും ചെറിയ മുറ്റം കിഴക്ക്, അതിൻ്റെ വലുത് വടക്ക്, അതിൻ്റെ വലുത് പടിഞ്ഞാറ്, ഏറ്റവും വലുത് തെക്ക്. അപ്പോഴേ ക്ലോക്ക് വൈസിൽ മുറ്റം ചെറുതാവും, ആൻറ്റി ക്ലോക്ക് വൈസിൽ മുറ്റം വലുതാവും. ക്ലിയറായല്ലോ? ക്ലിയറായി. പിന്നെ അത് ഒരു സംഭവം തിരുവനി, അതായത് ഈ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കിഴക്കും പടിഞ്ഞാറും ദർശനമായാൽ നന്നാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഈ വടക്കും തെക്കും ആണെങ്കിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, അത് ധാരണയാണ്. അത് ഈ ജ്യോതിഷത്തിലെ രാഹുകാലത്തിൻ്റെ തെറ്റിദ്ധാരണ പോലെയാണ് ഇതും. തെക്കിന് ഒരു കുഴപ്പമില്ല. ദേവാലയങ്ങൾ പോലും തെക്ക് ദർശനമുള്ളതുണ്ടല്ലോ. ഇപ്പം കൊട്ടാരക്കര ഗണപതി, കൊട്ടാരക്കര എന്ന് പരാമർശം കുറച്ചു മുമ്പേ ഇവിടെ കേട്ടു. കൊട്ടാരക്കര ഗണപതി ഇരിക്കുന്നത് തെക്കോട്ടാ. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി ഗണപതി തെക്കോട്ടായിരിക്കും. കാസർഗോഡ് മധൂർ ഗണപതി തെക്കോട്ടായിരിക്കുന്നത്. തെക്കിനെന്ത് ദോഷം? ഒന്നുമില്ല. തെക്ക് ദർശനം പാടില്ല എന്നാണെങ്കിൽ ആചാര്യൻ ഗ്രന്ഥത്തിൽ പറയുമായിരുന്നു, തെക്ക് ദർശനം അധമമാകിയാൽ വർജ്യം, പാടില്ല എന്ന് പറഞ്ഞേനെ. ഇത് തെക്ക് ദർശനത്തിൻ്റെ വിധികൾ പറയും. ശരിയാ. 4 ദിഗ്യോനി പ്രമാണങ്ങളുണ്ട്. പടിഞ്ഞാറ് ദർശനത്തിന് ധ്വജയോനി വരണം, വടക്ക് ദർശനത്തിന് സിംഹയോനി വരണം, പദയോനി പ്രമാണങ്ങളിൽ പറയുന്നത്. കിഴക്ക് ദർശനത്തിന് വൃഷഭയോനി വരണം, തെക്ക് ദർശനത്തിന് ഗജയോനി വരണം. ധ്വജം, സിംഹം, വൃഷഭം, ഗജം 4 ദിഗ്യോനി പ്രമാണങ്ങളാണ്. ഈ ഗജയോനി പ്രമാണം തെക്ക് ദർശനത്തിനുള്ളതാണ്. എന്ത് കുഴപ്പം? അങ്ങനെയാണെങ്കിൽ അത് ആ ഇത് സിസ്റ്റം പാടില്ല എന്ന് പറഞ്ഞാൽ വെറുതെയാണ്. ഈ അങ്കണവിധി ഈ പറഞ്ഞ രീതിയിലാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും വീട് പ്ലോട്ടിൻ്റെ വടക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ കയറി വരരുത്. ഇതിനു വേണ്ടിയാണ് ഈ അങ്കണവിധി. പിന്നെ ഒരു സംഗതിയുണ്ട്, ഇതിനകത്ത് സൂത്രങ്ങൾ പറയും. 4 സൂത്രങ്ങളാണ് മെയിനായിട്ട് വീടിനുള്ളത്. നമുക്കിപ്പോൾ സുഷുമ്നാ നാഡി, മറ്റ് ഈ സ്നായുക്കളൊക്കെ ഉള്ളതുപോലെ വീടിനുമുണ്ട്. നേരത്തെ പറഞ്ഞു നമ്മുടെ നവദ്വാര കൽപ്പന. ഈ നവദ്വാര കൽപ്പന ശരിക്കും അങ്ങയുടെ ആഭിമുഖ്യത്തിൽ ഈ ശ്രോതാക്കളായിട്ടുള്ളവർ മനസ്സിലാക്കേണ്ട സംഭവം, ഏതൊരു വീട് എങ്ങോട്ട് ദർശനമാണെങ്കിലും അതിൻ്റെ മധ്യസൂത്രം, അതിനെയാണ് ഈ മധ്യസൂത്രം എന്ന് പറയുന്നത്. ഒത്ത മധ്യത്തൂടെ കടന്നു പോകുന്ന എനർജി ലൈനാണ്. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പരാമർശിക്കുമ്പോൾ കൂടുതൽ എളുപ്പമാവും. നവദ്വാരങ്ങൾ പറഞ്ഞു, എല്ലാ ദ്വാരങ്ങളും വശങ്ങളിലാണ്. പ്രവേശനദ്വാരം മധ്യത്താണ്, വിസർജനദ്വാരവും മധ്യത്താണ്. ശരിയല്ലേ? 2 കണ്ണ് ഈ ഒത്ത നടു, അതായത് നാസികാനാഭിസമം സൂത്രരേഖ എന്നാണ്. നിൽക്കുന്ന ഒരാളിൻ്റെ
ഈ നാസിക തൊട്ട് നേരെ പൊക്കിൾക്കൊടിയിലൂടെ കടന്ന് താഴേക്കൊരു വര വരച്ചാൽ, സുഷുമ്നാ നാഡിക്ക് സമാന്തരമായിട്ട് മുൻവശത്തൊരു വര വരച്ചാൽ, വലത്തോട്ട് എത്രയുണ്ടോ അത്രയും തന്നെ ബാലൻസ് ചെയ്ത് ഇടത്തോട്ടും വരണം. ശരിയല്ലേ? അല്ല ഒരു വശം തേമ്പിപ്പോയ കോട്ടം വരും, ശരീരത്തിന് വൈകല്യം. ചിലരുടെ ശരീരത്തിൻ്റെ ഘടന അങ്ങനെ, ഒരു വശം ഒതുങ്ങിയതും മറ്റേത് തള്ളിയതും ഇങ്ങനെയൊക്കെ വരാറുണ്ട് ചില വൈകല്യം. അത് നേരത്തെ പറഞ്ഞ പൊക്കിൾക്കൊടി പോലും ഒരു മില്ലിമീറ്റർ മാറിയാൽ വൈകല്യമാണ്. വാ പോലും ഇങ്ങനെ കോടിപ്പോവും. ദൃഷ്ടി ഒരു 0.1 mm നമ്മുടെ കൃഷ്ണമണി മാറിയാൽ കോങ്കണ്ടാവും. ശരിയാ. അത്ര അനുപാതത്തിലാണ് ഇത് ചെയ്യുന്നത്. ഈ നമ്മുടെ ശരീരത്തിനൊരു അനുപാതമുണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ സംഗതി പറയുന്നുണ്ട്. അത് മനസ്സിലാക്കണം. അതായത് കേട്ടിട്ടുണ്ടല്ലോ, ഒത്ത ഒരാളാണ് അയാളെന്ന് പറയും. അയാളൊരു ഒത്ത മനുഷ്യനാന്ന് പറയും. എന്താ സംഭവം എന്നറിയാമോ? ഈ ഒത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഇടത് കൈയുടെ നടുവിരലിൻ്റെ തുമ്പ് തൊട്ട് അഗ്രം തൊട്ട് വലത് കൈയുടെ അഗ്രം ഇങ്ങനെ നീട്ടിപ്പിടിച്ചാൽ ഈ വിരലിൻ്റെ അഗ്രം തൊട്ട് ഈ വിരലിൻ്റെ അഗ്രം വരെ എത്ര നീളമുണ്ട് അതായിരിക്കും അയാളുടെ ഉയരം. അങ്ങനെ അല്ല, ഇപ്പോൾ 6 അടി പൊക്കും ഇങ്ങനത്തെ കൈയും ചെറിയ കുറുകിയ കൈയും ആണെങ്കിൽ ഒത്ത മനുഷ്യനല്ല. അപ്പോൾ ഈ കൈ രണ്ടും വിന്യസിച്ച് വെച്ചാൽ ഈ അഗ്രം തൊട്ട് ഈ അഗ്രം വരെ എത്ര നീളമുണ്ട് അതാവണം ഉയരം. ഇതാണ് ശരിക്കും ഒത്ത മനുഷ്യൻ്റെ ലക്ഷണം. ലക്ഷണമൊത്ത വിളക്കിന് പോലും ഉണ്ടല്ലോ, നിലവിളക്ക്. ഈ എണ്ണയൊഴിച്ച് ദീപം കത്തിക്കുന്ന വട്ടത്തിലുള്ള അതിങ്ങനെ ചുറ്റളവ് പിടിച്ച് അത് നൂർത്താൽ അത് വിളക്കിൻ്റെ ഉയരമാണെങ്കിൽ ലക്ഷണമൊത്ത വിളക്കാണ്. പൂജകൾക്കൊക്കെ ശംഖ് എടുക്കുമ്പോൾ ലക്ഷണമൊത്ത ശംഖ് പോലും ആ കവിളി ചുറ്റിപ്പിടിച്ച് നീട്ടിയാൽ ശംഖിൻ്റെ നീളമായിരിക്കും. ശരിയാണ്. ഒരുപാട് അനുപാതങ്ങൾ എന്ന് പറയുന്നത് പോലെ ഈ ആരൂഢം നമ്മൾ നിർമ്മിക്കുമ്പോൾ, ഈ ആരൂഢം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയാമല്ലോ. അതായത് പണ്ടൊക്കെ ഉത്തരപ്പുറം കോൽ ചുറ്റിനെയാണല്ലോ ആരൂഢം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉത്തരങ്ങൾ എങ്ങുമില്ല, ചോദ്യങ്ങളിലേ ഉള്ളൂ. അതുകൊണ്ട് ഉത്തരം എന്ന് പറഞ്ഞാൽ ഭിത്തിക്ക് തൂക്കായിരിക്കും. അതുകൊണ്ടാണ് ഭിത്തിപ്പുറം അളക്കുന്നത്. ഈ ഭിത്തിയുടെ പുറം അളന്നിട്ട് അതിനെ കോൽപ്രമാണം അനുസരിച്ചിട്ട് ഇത്ര കോൽ ഇത്ര അങ്കുലം എന്ന് പറയും. ഇതാണ് ശരിക്കും ആരൂഢം. ആ ആരൂഢം നിർമ്മിക്കുമ്പോൾ ഒത്ത മധ്യത്തൂടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രവേശനദ്വാരം മധ്യത്ത് വരണം. അതായത് പ്രധാന കവാടം കട്ടള. ഈ കട്ടള ചെവിക്ക് നേരെ ചെവി വരുന്നത് പോലെ വാതിൽ ജനൽ വാതിൽ ഇങ്ങനെ ഡോർ ടു ഡോർ സ്ട്രെയിറ്റ് മിഡ് പോയിന്റിൽ. അതാണ് ശ്രദ്ധിക്കേണ്ടത്, എവിടെങ്കിലും പോരാ. ഒത്ത മധ്യത്തൂടെ, അതായത് ഇവിടെ ഫ്രണ്ടിലെ മുറ്റത്ത് നിന്ന് ഒരാളൊരു ചരട് പിടിച്ചാൽ അതിൻ്റെ മറ്റേ അറ്റം എങ്ങും തൊടാതെ അപ്പുറത്തൊരാളിൽ നിന്ന് പിടിക്കത്തക്ക പോലെ സ്ട്രെയിറ്റ് പോകണം. ചെവിക്ക് നേരെ ചെവി വരും. ഒരു ചെവിയുടെ ഇത് എത്രയാണോ സ്കെയിൽ പിടിച്ചാൽ കറക്റ്റ് ലെവലായിരിക്കും. ഇങ്ങനെ പൊങ്ങിയതാണെന്നും അല്ലല്ലോ. ഇതാണ് സംഭവം. ഇങ്ങനെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എനർജി ലൈൻ. അത് കിഴക്കും പടിഞ്ഞാറും ദർശനമുള്ള വീടിൻ്റെ ഒത്ത നടുക്കൂടെ പോകുന്നതിന് ബ്രഹ്മസൂത്രം, ഗൃഹമധ്യ സൂത്രരേഖ എന്ന് പറയും. ഇതാണ് സംഗതി. തെക്കോ വടക്കോ ദർശനമാണെങ്കിൽ ഒത്ത മധ്യത്തൂടെ പോകുന്നതിന് യമസൂത്രം എന്ന് പറയും. ഇത് രണ്ടും പ്രധാനമാണ്. അതിപ്രധാനം എന്നല്ല, അതിപ്രധാനമാണ്. എങ്ങോട്ട് ദർശനമായി വീട് വെച്ചാലും ഒത്ത മധ്യം കവാടവാതായന ബന്ധങ്ങൾ ഇങ്ങനെ വരും. കവാടം എന്ന് പറഞ്ഞാൽ വാതിലാണ്, വാതായനം എന്ന് വെച്ചാൽ ജനലാണ്. ഈ കവാടവാതായനങ്ങൾ തമ്മിൽ ഇങ്ങനെ നേർക്ക് നേരെ ഉണ്ടാവണം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.